ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്ക്. ട്യൂഷൻ സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകരെക്കുറിച്ചും അന്വേഷിക്കും. അവധിയിലുള്ള അധ്യാപകർ ട്യൂഷൻ സെന്ററുകളുമായി സഹകരിക്കുന്നതായും നിഗമനം. യൂട്യൂബ് ചാനലിനെതിരെ പരാതി നൽകിയ അധ്യാപകരുടെ മൊഴിയെടുത്തു. വിവരങ്ങളുമായി അനഘ ഹർഷനുണ്ട്. അനഘ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഈ ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അല്ലെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ള യൂട്യൂബ് ചാനൽ MS സൊല്യൂഷന് നേരെയാണ് ആദ്യഘട്ടം മുതൽ തന്നെ അന്വേഷണം നീളുന്നത്. ഈ MS സൊല്യൂഷനുമായി നിരവധി എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർ ക്ലാസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഇവരുമായി സഹകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ സഹകരിക്കുന്ന അധ്യാപകരിലേക്കാണ് ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം ഉണ്ടായിരുന്നത്. ഇവരുടെ വിശദമായ മൊഴിയാണ് അന്വേഷണ സംഘം ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പറും ഇത്തരത്തിൽ MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ചോർന്നു എന്ന് അന്ന് പരാതി നൽകിയിരുന്നു. അന്ന് പരാതി നൽകിയവരിലേക്ക് കൂടി അന്വേഷണം നീങ്ങിയിട്ടുണ്ട്. അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ഘട്ടത്തിലാണ് തങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത്, ഏത് ചോദ്യപേപ്പറാണ് അന്ന് ചോർന്നിരുന്നത് എന്നടക്കമുള്ള വിശദ വിവരങ്ങൾ അവരിൽ നിന്ന് അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസ് അന്വേഷിക്കുന്നത് മറ്റൊരു തരത്തിലേക്കാണ്. അതായത് ഈ MS സൊല്യൂഷൻ ഈ ഫേസ്ബുക്കിൽ നിരവധി വീഡിയോകൾ ഇട്ടിരുന്നു. ഈ വീഡിയോയിൽ അശ്ലീല ചുവയുള്ള വീഡിയോകളാണ് ഇവർ ഇട്ടിരിക്കുന്നത് എന്നൊരു പരാതി കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ ഈ പരാതി ഉയർന്നതോടുകൂടി MS സൊല്യൂഷൻ ഫേസ്ബുക്കിൽ നിന്ന് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നീക്കം ചെയ്ത വീഡിയോ, അതുമായി ബന്ധപ്പെട്ട് അശ്ലീല പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തുടരെ വിവാദങ്ങൾ ഉയർന്നതോടുകൂടി MS സൊല്യൂഷൻ തങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ക്രിസ്മസ് പരീക്ഷയുടെ ഈ കെമിസ്ട്രി പരീക്ഷയുടെ തലേ ദിവസം അവർ ഇത്തരത്തിൽ കെമിസ്ട്രി പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പറുമായി ഒരു ഡിസ്കഷൻ നടത്തിയിരുന്നു. ഇത്തരത്തിൽ അന്ന് ഡിസ്കഷൻ നടത്തിയിട്ടുള്ളതിൽ 35ഓളം മാർക്കിന്റെ ചോദ്യം പിറ്റേ ദിവസം ഉണ്ടായിരുന്ന കെമിസ്ട്രി പരീക്ഷയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ളവർ അടക്കം ഉന്നയിക്കുന്നത്. ഈ തരത്തിലേക്കൊക്കെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അന്വേഷണം നീളുകയാണ്. എന്തായാലും ഈ MS സൊല്യൂഷനുമായി നിരവധി എയ്ഡഡ് സ്കൂളിലെ അധ്യാപകർ സഹകരിക്കുന്നുണ്ട് ക്ലാസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അതുമായി സഹകരിക്കുന്ന അധ്യാപകരിലേക്ക് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നീളുന്നത്. അവരെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ട ചോദ്യം ചെയ്യൽ ഒക്കെ അല്ലെങ്കിൽ മൊഴിയെടുപ്പ് തന്നെ പൂർത്തിയായിട്ടുണ്ട്. വീണ്ടും ആവശ്യം വന്നാൽ അവരെ വീണ്ടും വിളിപ്പിച്ച് വീണ്ടും ചോദ്യം ചെയ്യും എന്നൊക്കെ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ഈ വിവാദത്തിന്റെ നിഴലിൽ തന്നെയാണ് ഈ MS സൊല്യൂഷൻ ഇപ്പോഴും നിൽക്കുന്നത്.